പ്രഗ്നൻസി സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് സെൽഫ് മെഡിക്കേഷനാണ്. അതായത് ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കരുത്. അതിപ്പോൾ ഒരു തലവേദനയ്ക്കായാൽ പോലും അല്ലെങ്കിൽ ജലദോഷത്തിനായാൽ പോലും ചെയ്യരുത്. കാരണം നമുക്ക് ആദ്യത്തെ 3 മാസത്തിൽ കുട്ടിയുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടിയിൽ ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരു പെയിൻ കില്ലർ ആണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ പാരസെറ്റമോൾ ആണെങ്കിൽ പോലും ഒരു ഡോക്ടറുടെ അഡ്വൈസിലല്ലാതെ കഴിക്കരുത്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലഹരി ഉപയോഗം, അതായത് മദ്യപിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിങ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നൊക്കെയുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ദിവസം 4 to 5 തവണ കോഫി കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ വെയിറ്റിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്, ഒരുപാട് സ്ട്രെസ് എടുക്കുന്നത്, അതുപോലെ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള നോൺ വെജ് കഴിക്കുന്നത്, പാർച്ചറൈസേഷൻ ചെയ്യാത്ത മിൽക്ക് കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന അമ്മയാണ്. അപ്പോൾ നമ്മുടെ കഴിക്കുന്ന മരുന്നിലായാലും ഭക്ഷണത്തിലായാലും അതുപോലെ പുറത്തുനിന്ന് നമുക്ക് കേൾക്കുന്ന ഒരു സമ്മർദ്ദമാണെങ്കിൽ പോലും കുട്ടീനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്.